ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ ലവ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും നിങ്ങളോട് റീഅഷ്വറൻസ് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളോട് ഭയങ്കര പൊസസീവ്നെസ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ഒരു ഡൗട്ട് ഉള്ള പോലെ നിങ്ങളോട് പെരുമാറാണ്. അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുക, ഇവർക്ക് എന്നോടുള്ള കൂടുതൽ കൊണ്ടാണ് ഇവരിങ്ങനെ പൊസസീവ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു കെയറിങ് കൊണ്ടാണ് ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാ സമയത്തും ഇത് ഇവർക്ക് നമ്മളോടുള്ള കൂടുതൽ കൊണ്ട് മാത്രം ആയിരിക്കാറില്ല. ചില സമയങ്ങളിലൊക്കെ ഇത് അവർക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാവാം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണർ ഇൻസെക്യൂർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇൻസെക്യൂർ ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും നിങ്ങളോട് റീഅഷ്വറൻസ് ആവശ്യപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എന്താ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീഅഷ്വറൻസ് എന്ന് പറയുന്നത്? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എപ്പോഴും ചോദിക്കുകയാണ്, എന്നെ ഇഷ്ടമാണോ. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എപ്പോഴും ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, നിനക്ക് എന്നെ പഴയ പോലെ ഇഷ്ടമാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഡെയിലി ഒരു തവണ ചോദിക്കുക അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ചോദിക്കുന്നതൊക്കെ നോർമലാണ്, എസ്പെഷ്യലി നമ്മൾ പെൺകുട്ടികളുടെ കേസിൽ. പക്ഷേ നിങ്ങളോട് ഡെയിലി തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇഷ്ടമാണോ, എന്നെ ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ലേ എന്നോട്, ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ റീഅഷ്വറൻസ് സീക്കുക എന്നാണ് പറയുന്നത്. അതായത് അവർക്കൊരു ഉറപ്പ് വേണം, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും എന്നോട് പഴയ പോലത്തെ ഇഷ്ടമുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, എന്നെ മിസ് ചെയ്യുന്നില്ലേ, എന്നെ ഇപ്പോൾ പഴയ പോലെ മിസ് ചെയ്യുന്നില്ലേ, അങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അപ്പൊ ഇതും എന്താണ്, ഒരു കൈൻഡ് ഓഫ് റീഅഷ്വറൻസ് സീക്കിംഗ് ആണ്. സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വളരെ ഓവറായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു റീഅഷ്വറൻസിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണർ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ഓക്കെ അല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള ഒരാളല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫിസിക്കലി വെച്ച് കമ്പയർ ചെയ്യാണ്, അതായത് ഞാൻ സുന്ദരനല്ല എന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ, ഇത്തരത്തിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും അവർക്ക് എന്തോ നിങ്ങൾക്ക് അവർ പോരാ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ചോദിക്കും, ഞാൻ പഴയ അത്ര ഭംഗി ഇപ്പം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല എന്നെ കാണാൻ ഇപ്പം ഉള്ളത്, ഞാൻ തടിച്ചോ, ഞാൻ മെലിഞ്ഞോ, ഇങ്ങനെയൊക്കെ അവരെ ഒരു ബോഡി വെച്ച് കമ്പയർ ചെയ്ത് പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യം, അതായത് അവർക്ക് അവരിൽ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം ഓവർ ചെക്കിങ് ആൻഡ് കൺട്രോളിങ് ബിഹേവിയർ ആണ്. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളടുത്ത് ഓവറായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് സെയിം ജെൻഡറിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചൊക്കെ ഓവറായിട്ട് ചോദിക്കുക, അവര് നിനക്കിപ്പോൾ വിളിക്കാറുണ്ടോ, പഴയ പോലെ സംസാരിക്കാറുണ്ടോ, നിനക്ക് എന്നേക്കാൾ കൂടുതൽ അവരാണോ ഇഷ്ടം, അല്ലെങ്കിൽ നീ അവർക്ക് എന്നേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും, ഇങ്ങനെ ഓവറായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക, നീ അവരുടെ കൂടെ പോണ്ട, അല്ലെങ്കിൽ നീ ഇവരുടെ കൂടെ പോണ്ട, നീ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഓവറായിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പം അതിലൊന്നും ഇല്ലെങ്കിൽ പോലും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ നിങ്ങളുടെ പാർട്ട്ണർ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ജെലസി ഓവർ സ്മാൾ തിങ്സ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ നിങ്ങളോട് ആ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ജെലസി കാണിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയി, അപ്പം നിങ്ങൾ അവിടെ കാണുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു പരിചയക്കാരനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ പരിചയക്കാരിയായിട്ടുള്ള ആളോട് നിങ്ങൾ ജസ്റ്റ് ചിരിക്കുകയാണ്, ജസ്റ്റ് ചിരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, നീ എന്തിനാ അവരോട് ചിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരോട് കൈ കാണിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരിചയമുള്ളവർ തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ നമ്മളിങ്ങനെ കാണിക്കുമല്ലോ, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ അതിന് വരെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ്. നീ എന്തിനാ അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്, നീ എന്തിനാ അവരോട് പരിചയം കാണിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ അവരോട് സംസാരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു നോർമൽ പൊസസീവ്നെസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം
നോർമൽ പൊസസീവ്നെസ് എങ്ങനെയാണ്, ഒരു തമാശ രൂപേണയാണ് നമ്മൾ പറയുന്നത്. നീ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇപ്പൊ നിനക്ക് എന്നെ പണ്ടത്തെ പോലെ ഇതൊന്നുമില്ല, ആ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് വലിയൊരു പ്രോബ്ലം ആക്കി നിങ്ങളോട് മിണ്ടാതിരുന്ന് കുറെ ദിവസം നിങ്ങളോട് മിണ്ടാതിരിക്കുക, ആ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോള് നിങ്ങൾ സെയിം ജെൻഡറിലുള്ള ഒരു കൊളീഗിന്റെ അടുത്തുനിന്നോ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്നോ വരുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആക്കി അതിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അതും നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതൊന്നും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പല ആളുകളും ഇതൊരു പൊസസീവ്നെസ് ആണ്, അവനക്ക് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തള്ളിക്കളയാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഒരു സ്നേഹം കൂടുതലാണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ വിട്ട് കളയേണ്ട ഒരു കാര്യമല്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി നാലാമത്തെ കാര്യം, ഓവർ തിങ്കിങ് എവറിത്തിങ്. നിങ്ങളുടെ പാർട്ട്ണർ എല്ലാ കാര്യത്തിനും ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇത് നോർമലായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പോൾ നോർമലി പെൺകുട്ടികളുടെ ഒരു കോമൺ സ്വഭാവമാണ് പല കാര്യങ്ങളും ഓവർ തിങ്കിങ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സംസാരത്തിൽ ഒരു ചെറിയ ടോൺ മാറുന്നു, അത് മേ ബി നിങ്ങൾ പോലും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് അവർ വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്തത് ശരിയായില്ലെന്ന് അവർക്ക് തോന്നുന്നു. അപ്പൊ അതിനെ അവർ ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് അവരോട് വെറുപ്പായി, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കാൻ പോവാണ്, ആ രീതിയിലൊക്കെ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ ശരിക്കും നമുക്ക് ചുറ്റും. അപ്പൊ അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 1-2 തവണയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല, ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് പോലും അവർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരെടുത്ത് എന്താണ് ഇതിന്റെ ശരിക്കും റൂട്ട് കോസ് എന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ലോ സെൽഫ് വർത്ത് ആണ്. അപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന ആളുകളിൽ അവർക്ക് സെൽഫ് വർത്ത് കുറവായിട്ടുള്ള ആളാണോ എന്നുള്ളത് നോക്കാം. അതായത് അവരെ അത്ര കെയർ ചെയ്യുന്നില്ല, അവരടിപൊളിയാണെന്ന് അവർ വിചാരിക്കുന്നില്ല, അവരുടെ കഴിവുകളെ അവർ മനസ്സിലാക്കുന്നില്ല, അവരെ സെൽഫ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഒന്നും അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല, അവർക്ക് സെൽഫ് റെസ്പെക്ട് ഒട്ടും ഇല്ലാത്ത ആളുകളാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. കാരണം പൊതുവെ നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്ത അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ആളുകൾക്ക് സെൽഫ് വർത്ത് ഉണ്ടായിരിക്കില്ല. അപ്പം അവർക്ക് അറിയില്ല അവരുടെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പൊ അവരെപ്പോഴും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അവരെ ബാക്കിയുള്ള ആളുകൾ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പം എൻ്റെ പാർട്ട്ണർക്ക് എന്നേക്കാൾ നന്നായ വേറൊരു പാർട്ട്ണറിനെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള തോട്ടായിരിക്കും ഇവരുടെ മൈൻഡിൽ ഫുൾ ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് തന്നെ ജസ്റ്റ് തമാശ രൂപേണയൊക്കെ പറയും, എന്നേക്കാൾ നല്ലൊരു പാർട്ട്ണർ നിനക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു നല്ല പാർട്ട്ണർ ആണ് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അവരവരുടെ ലൈഫിൽ ഇൻസെക്യൂർ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ഒരു റിലേഷൻഷിപ്പിൽ ഇൻസെക്യൂർ ആയി മാറുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന പോയിന്റുകളെല്ലാം നിങ്ങളുടെ പാർട്ട്ണർ ഇൻസെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇൻസെക്യൂർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കുറ്റം പറയണം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ വഴക്കുണ്ടാക്കണം, നീ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകളെ ഫൈൻഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ബ്ലെയിം ചെയ്ത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അവരെ മനസ്സിലാക്കണം, അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം അവർ നമ്മളോട് പെരുമാറുന്നത് എന്ന് നമ്മൾ അവരെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ട ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിച്ച് തീരാത്ത പ്രശ്നമാണെങ്കിൽ ഒരു തെറാപ്പിയിലൂടെയൊക്കെ നമുക്ക് അവരെ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.